മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കരാർ നീട്ടുന്നതിൽ സർക്കാർ തലത്തിൽ ഭിന്നത. സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകണമെന്ന് വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായം. വിഷയത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. 12 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പത്തനംതിട്ട മണിയാറിലെ ജലവൈദ്യുത പദ്ധതിയാണ് മന്ത്രിസഭയിൽ തന്നെ തർക്കവിഷയമായിരിക്കുന്നത്. 1994 BOT വ്യവസ്ഥയിൽ പദ്ധതി നടത്തിപ്പിന് കാർബൺ കമ്പനിയുമായി ഉണ്ടാക്കിയ 30 കൊല്ലത്തെ കരാർ ഡിസംബർ 31 അവസാനിക്കുകയാണ്. കരാർ കാർബൺ കമ്പനിക്ക് തന്നെ പുതുക്കി നൽകണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ ആവശ്യം. വ്യവസായ മന്ത്രിയുടെ നിയോജക മണ്ഡലമായ കളമശ്ശേരിയിലടക്കം കാർബൺ കമ്പനിക്ക് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഇത് കണക്കിലെടുത്താണ് കരാർ പുതുക്കലിന് വേണ്ടി വ്യവസായ വകുപ്പ് വാദിക്കുന്നത്. എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ ആവശ്യം. വൈദ്യുതി വകുപ്പിൻ്റെ നിലപാട് പറഞ്ഞല്ലോ, കാലാവധി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യവസായിക്ക് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ വ്യവസായം വരുന്നതിന് ഒരു ദോഷം വരുമോ എന്നുള്ളതാണ് ഇൻഡസ്ട്രീസിൻ്റെ അഭിപ്രായം. ഇത് രണ്ടും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. കാർബൺ കരാർ പുതുക്കുന്നതിൽ വൻ അഴിമതിയുണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. കരാർ പുതുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മണിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിയുടെ നിലപാട് തികച്ചും അപഹാസ്യമാണ്. BOT പദ്ധതി 30 വർഷത്തേക്കാണ്. ആ പദ്ധതിയുടെ കാലാവധി ഡിസംബർ 30 കഴിയുകയാണ്. വീണ്ടും 25 വർഷം കൂടി നീട്ടി നൽകണമെന്ന് പറയുന്നത് കൊള്ളയാണ്, അഴിമതിയാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. വകുപ്പുകൾക്കിടയിലെ തർക്കവിഷയമായി മാറിയ സാഹചര്യത്തിൽ മണിയാർ പദ്ധതിയുടെ കരാർ പുതുക്കുന്നതിൽ മുഖ്യമന്ത്രി ഇടപെടും. കരാർ പുതുക്കാത്ത പക്ഷം വ്യവസായ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് കാർബൺ ഭീഷണി. 24 തിരുവനന്തപുരം.